ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ഒരു SCERTയുടെ സിമ്പിൾ നോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോസാണ് ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ സിമ്പിൾ നോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ചെയ്യണമെന്ന്, നോട്ടുകൾ കൊടുക്കണമെന്നും ഒക്കെ ഒരുപാട് പേര് നമ്മളടുത്ത് കമൻറ്റുകളിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ അത് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ സിമ്പിൾ നോട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ SCERT, ഇപ്പോഴത്തെ SCERT 8, 9 ക്ലാസ് 10 ക്ലാസ്സുകളിലേക്ക് SCERT ഭയങ്കര 2, 3, 4 പാർട്ട് വരെയുള്ള ഓരോ ചാപ്റ്ററും 4 പാർട്ട് വരെയുള്ള ക്ലാസ്സുകൾ വരെയുണ്ട്. അതുക്കും മേലെയായിട്ടുള്ള പാർട്ടുകളുള്ള ക്ലാസ്സുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലോങ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SCERT കംപ്ലീറ്റ് വായിച്ച് നമ്മൾ പോകുന്നത് കൊണ്ടാണ് അത്രയും ലെങ്ത് വന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള നോട്ടുകളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതൊന്ന് വായിച്ച് പോയി കഴിഞ്ഞാൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇയർഫോൺ ഉപയോഗിച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വൈസ് ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കും. PSCയുടെ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് SCERT ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ അത് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റുകൾ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇത്രയും ഒക്കെ ആയാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് മുതൽ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 55 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പാർട്ട് 1 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാർട്ട് 1 ആണ്. അപ്പോൾ ഈ പാർട്ട് 1ൽ നമ്മൾ 55 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 55 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പഠിച്ച് തീർന്നിരിക്കും. നമുക്ക് യാത്രക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ ജോലികൾക്കിടയിൽ, തിരക്കിനിടയിൽ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള നോട്ടുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും നല്ല ഒരു നോട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ നല്ല ക്ലാസ്സുകളായിട്ട് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ക്ലാസ്സുകൾ കണ്ടാൽ മതി. നമ്മുടെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിൻറ്റുകളും, സ്റ്റേറ്റ്മെൻറ്റ്, ഇനി PSCക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവലാവട്ടെ, അതല്ലാതെ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസറും വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ SCERTയിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ചോദ്യങ്ങളായിട്ടും അതിലെ തന്നെ ഉത്തരങ്ങളായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടും. 100% ഉറപ്പാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് ഇത് നൽകി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ചാപ്റ്റർ 1 ഏതാണ്? ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത്, നമ്മുടെ ചാപ്റ്റർ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അധിനിവേശവും ചെറുത്ത് നിൽപ്പും എന്നതാണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ച വർഷം. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ച വർഷം എന്നാണ്? 1604 ഏപ്രിൽ മാസത്തിലാണ് ആദ്യത്തെ കപ്പൽ വ്യൂഹം എവിടേക്ക് വന്നത്? ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ വ്യൂഹത്തിലെ 4 കപ്പലുകൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ വ്യൂഹത്തിൽ എത്ര കപ്പൽ ഉണ്ടായിരുന്നു? 4 കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ആ കപ്പലുകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയായിരുന്നു കപ്പലുകൾ? ഒന്നാമത്തേത് അസൻഷൻ. അപ്പോൾ അസൻഷൻ, അതുപോലെ ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. അപ്പോൾ ഏതൊക്കെയാണ്? അസൻഷൻ ഉണ്ടായിരുന്നു, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നിവയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ വ്യൂഹത്തിലെ 4 കപ്പലുകൾ എന്ന് പറയുന്നത്. 1604 ലണ്ടനിൽ നിന്നുള്ള രണ്ടാം ദൗത്യത്തിൽ മടക്കയാത്രയിൽ തകർന്ന കപ്പലേത്? അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 4 കപ്പലുകൾ അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. അപ്പം ഇതിൽ 1604 ലണ്ടനിൽ നിന്നുള്ള രണ്ടാം ദൗത്യത്തിൽ എന്ത് ചെയ്തു? മടക്കയാത്രയിൽ തകർന്ന കപ്പലാണ് സൂസൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂസൻ എന്ന് പറയുന്ന കപ്പൽ എന്ത് ചെയ്തു? രണ്ടാമത്തെ ദൗത്യത്തിൽ മടക്കയാത്രയിൽ തകർന്ന കപ്പലാണ് സൂസൻ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് എന്ത് ചെയ്തത്? യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിന് എന്ത് ചെയ്തു? ഈ യൂറോപ്യന്മാരെ നയിച്ച പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മൾ നോക്കുന്നതിൽ ഒന്നാമത്തേത് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അപ്പോൾ കപ്പൽ നിർമ്മിക്കുക, ആ കപ്പലിൽ യാത്ര ചെയ്യുക, ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് യൂറോപ്യർ എന്ത് ചെയ്തത്? കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും സാങ്കേതിക പുരോഗതി കൈവരിച്ചു. ഇത് എന്തിനു കാരണമായി? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് പറയാം, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. അപ്പോൾ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിൽ ആർക്ക് അറിവ് കിട്ടി? ഈ യൂറോപ്യർക്ക് ജ്ഞാനമുണ്ടായി. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. അടുത്ത പോയിന്റ് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. അപ്പം നമുക്കറിയാം ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് കോമ്പസ് അല്ലേ? അപ്പം ഈ കോമ്പസ് അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഭൂപട നിർമ്മാണം, ഇതൊക്കെ പുരോഗതി പ്രാപിച്ചു യൂറോപ്പിൽ. ഇതെന്തിന് കാരണമായി? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇവർ എന്ത് ചെയ്തു? കിഴക്ക് ദിശയിലേക്ക് സമുദ്രപാത കണ്ടെത്തുന്നതിന് ഇതും കാരണമായി. അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികൾ എന്ത് ചെയ്തു? പോയിട്ട് വന്നപ്പം അവരുടെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് ഇവർക്ക് അറിവ് ലഭിച്ചു. അതും എന്തിന് വഴിതെളിച്ചു? കിഴക്ക് ദേശത്തേക്ക് പുതിയ സമുദ്രപാത കണ്ടെത്തുന്നതിന് കാരണമായി. അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത് യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. അപ്പോൾ യൂറോപ്പുകാർക്ക് നമ്മുടെ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെ വളരെയേറെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് അവിടെ എന്താണ്? ഏഷ്യൻ ഉൽപ്പന്നങ്ങൾ, ഈ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിലുണ്ടായിരുന്ന കച്ചവട സാധ്യത എന്തിന് കാരണമായി? ഈ ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് കാരണമായി. അടുത്ത പോയിന്റ് എന്താണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് എന്തിന് കാരണമായി? കിഴക്ക് ദേശത്തേക്കൊരു സമുദ്രപാത കണ്ടെത്തുന്നതിന് കാരണമായി. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് എന്ത് നമ്മുടെ പുതിയ സമുദ്രമാർഗം കണ്ടെത്തുന്നതിന് വഴിതെളിച്ച പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്.
ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണെന്ന് ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമല്ലേ? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ചോദിച്ചാൽ ആരാ? പോർച്ചുഗീസുകാരാണ്. അങ്ങനെയെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? അത് വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് നമ്മുടെ വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാണ്? പോർച്ചുഗലിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് യെസ്, നമ്മുടെ ലിസ്ബൺ ആണ്. പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ലിസ്ബൺ ആണ് പോർച്ചുഗലിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സ്ഥലം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിള് പിടിച്ചെടുത്തു. അപ്പം യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അതാണ് ആര് പിടിച്ചെടുത്തത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. തുർക്കികളാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1453 തുർക്കികൾ എന്ത് ചെയ്തത്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത് 1453. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം എന്നാണ്? 1453 തുർക്കികൾ എന്ത് പിടിച്ചടക്കുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. 1453 ആയപ്പോൾ തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടുകൂടി ആ ഒരു കരമാർഗം എന്ത് ചെയ്തു? അവസാനിച്ചു. അങ്ങനെയാണ് യൂറോപ്യർക്ക് എന്തിന് കടൽ മാർഗം കണ്ടെത്തുന്നതിൻ്റെ ആവശ്യകതയുണ്ടായത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ഏത്? വാസ്കോഡ ഗാമ എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്? അതെ, ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്തത്? യാത്ര ആരംഭിച്ചത്. വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത് ലിസ്ബൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം എവിടെയാണ്? വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്? വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് കോഴിക്കോടുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോടുള്ള കാപ്പാടാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്തത്? എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകളും സമുദ്രങ്ങളും ഏതെല്ലാം? അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നമ്മളൊരു വലിയ മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ആ മാപ്പിൽ വാസ്കോഡ ഗാമ പോയ സ്ഥലങ്ങളും പിന്നിട്ട വഴികളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? കനേറി ദ്വീപുകൾ, കേപ്പ് വെർദെ ദ്വീപുകൾ, സെൻറ്റ് ഹെലേന, അറ്റ്ലാന്റിക് സമുദ്രം, മൊസാംബിക്ക്, മൊഗാദിഷു, ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ. നമുക്കൊന്നുകൂടി നോക്കാം. എന്താണ് ഇപ്പോൾ ഇവിടെ തന്ന ചോദ്യം എന്തായിരുന്നു ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം. വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകളും സമുദ്രങ്ങളും. വൻകരകൾ ചോദിച്ചാൽ ഇതിൽ നമ്മൾ ഏതൊക്കെ വൻകരകൾ പറഞ്ഞു? ഇന്ത്യൻ മഹാസമുദ്രം പറഞ്ഞു. വൻകരകളാണ്. വൻകരകൾ ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ വൻകരകളൊക്കെ പിന്നിട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഈ വാസ്കോഡ ഗാമ എവിടെ എത്തിച്ചേർന്നത്? നമ്മുടെ ഈ പറയുന്ന കോഴിക്കോടുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. അതുപോലെ ഏതാണ്? നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്. ഇതൊക്കെ പിന്നിട്ടാണ് ആര് വന്നത്? വാസ്കോഡ ഗാമ വന്നത്. അപ്പോൾ അറബിക്കടൽ ഇതൊക്കെ ചുറ്റിക്കറങ്ങിയാണ് ആര് വന്നത്? യെസ്, വാസ്കോഡ ഗാമ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാസ്കോഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം, മാസം, അതിൻ്റെ ദിവസം. ഇത് മൂന്നും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1498 മെയ് മാസം 20-ാം തീയതിയാണ് ആരെത്തിയത്?
അതെ, വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് 1498 മെയ് മാസം 20-ാം തീയതിയാണ് വാസ്കോഡ ഗാമ കേരളത്തിലെ കോഴിക്കോടുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിച്ചേർന്നപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ആരായിരുന്നു? സാമൂതിരി രാജവംശമായിരുന്നു. അപ്പോൾ വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിച്ചേർന്നു. അവിടെ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം സാമൂതിരി രാജവംശമായിരുന്നു. വാസ്കോഡ ഗാമ കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോടുമായുള്ള വ്യാപാര ബന്ധം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? അറബികളായിരുന്നു. അപ്പോൾ വാസ്കോഡ ഗാമ കോഴിക്കോട് വരുമ്പോൾ എന്താണ്? അറബികളാണ് കോഴിക്കോടുമായുള്ള വ്യാപാര ബന്ധം നിയന്ത്രിച്ചിരുന്നത്. വാസ്കോഡ ഗാമ വ്യാപാര അനുമതി നേടിയെടുത്ത കണ്ണൂരിലെ രാജാവ് അപ്പോൾ വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? കോഴിക്കോട് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ അറബികൾ കോഴിക്കോടുമായിട്ടുള്ള വ്യാപാരം നിയന്ത്രിക്കുന്നത് കണ്ടു. പക്ഷേ വാസ്കോഡ ഗാമ സാമൂതിരിയോട് കോഴിക്കോട് വ്യാപാരം നടത്തുന്നതിനുള്ള അനുമതി ആരാഞ്ഞു. പക്ഷെ ആരും നൽകിയില്ല. നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് ആ ഒരു അനുമതി ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ, അതായത് വാസ്കോഡ ഗാമയ്ക്ക് വ്യാപാര അനുമതി ആര് നൽകി? കണ്ണൂരിലെ രാജാവ് നൽകി. ആ രാജാവാണ് കോലത്തിരി രാജാവ്. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് വ്യാപാര അനുമതി നേടിയെടുത്ത കണ്ണൂരിലെ രാജാവ് ആരാണ്? കോലത്തിരി രാജാവ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്ന സാമൂതിരിയുടെ നാവിക തലവന്മാർ ആരായിരുന്നു? അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലിമരയ്ക്കാർമാർ. അപ്പോൾ സാമൂതിരിയുടെ നമ്മുടെ ശക്തരായ നാവിക തലവന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കുഞ്ഞാലിമരയ്ക്കാർമാരാണ്. ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന കപ്പലുകൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ ഈ ഒരു ആരൊക്കെയാണ്? വാസ്കോഡ ഗാമ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഘം, ഇവരൊക്കെ എത്തിച്ചേർന്നത് 3 കപ്പലുകളിലായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഗാമയും സംഘവും ഇന്ത്യയിൽ 3 കപ്പലുകളിലായിട്ടാണ് എത്തിച്ചേർന്നത്. ഏതൊക്കെ കപ്പലായിരുന്നു അത്? സാവോ റാഫേൽ, സാവോ ഗബ്രിയേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും എങ്ങോട്ട് യാത്ര തിരിച്ചത്? നമ്മൾ ഈ പറയുന്ന കേരളത്തിലോട്ട്, അല്ലെങ്കിൽ കോഴിക്കോട് കാപ്പാട് വന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഒരു കപ്പലാണ് സാവോ റാഫേലും സാവോ ഗബ്രിയേലും ബെറിയോയും. അപ്പോൾ അവർ വന്ന ഈ ഒരു കപ്പലിൽ തിരികെ പോകുമ്പോൾ എങ്ങനെയാണ് വന്നതിൻ്റെ 60 ഇരട്ടിയിലധികം സ്വർണവും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ആയിട്ടാണ് ആര് പോകുന്നത്? വാസ്കോഡ ഗാമയും സംഘവും മടങ്ങുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആര്? അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരാണ് കുഞ്ഞാലിമരയ്ക്കാർമാർ. അപ്പോൾ ഈ കുഞ്ഞാലിമരയ്ക്കാർമാരാണ് എന്ത് ചെയ്തത്? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചടക്കിയത് ആര്? അപ്പോൾ അത് ചെയ്തത്? പോർച്ചുഗീസുകാരെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തിയിട്ട് ചാലിയം കോട്ട പിടിച്ചടക്കിയത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. അപ്പോൾ ചാലിയം കോട്ട പിടിച്ചെടുത്ത കുഞ്ഞാലിമരയ്ക്കാർ ആര് എന്ന് ചോദിച്ചാൽ ആരാ പറയും? നമ്മുടെ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. ചാലിയം കോട്ടയ്ക്ക് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി സഹായിച്ച മരയ്ക്കാർ എന്ന് പറയുന്നത് കുഞ്ഞാലി മൂന്നാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച കുഞ്ഞാലിമരയ്ക്കാർ ആര്? അപ്പോൾ ഒരു കുഞ്ഞാലിമരയ്ക്കാറെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഗോവയിൽ വെച്ചിട്ട് വധിച്ചു. ആ ഒരു കുഞ്ഞാലിമരയ്ക്കാറാണ് കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ എന്ന് പറയുന്നത്. ഇന്ത്യയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലും
കുറേ പദങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച പദങ്ങൾ ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, പേന, ജനൽ. ഇതൊക്കെ നമ്മുടെ പോർച്ചുഗീസ് സമ്പർക്ക ഫലമായിട്ട് നമ്മുടെ മലയാളത്തിന് ലഭിച്ച പദങ്ങളാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഫലങ്ങൾ ഏതെല്ലാം? അപ്പോൾ അവരിങ്ങോട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? കുറേ ഫലങ്ങളൊക്കെ കൊണ്ടുവന്നു. കുറേ ഫ്രൂട്ട്സ് ആയിട്ടാണ് നമുക്ക് വന്നത്. നമ്മളെ കാണാൻ വന്നതല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പൊതികളുമായിട്ട്, ഫ്രൂട്ട്സിൻ്റെ പൊതികൾ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ, കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകുമല്ലോ. അതുപോലെ പോർച്ചുഗീസുകാരും നമുക്ക് കൊണ്ടുവന്നു കുറച്ച് ഫലങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? കശുമാവ് അല്ലെങ്കിൽ കശുവണ്ടി, പപ്പായ, പൈനാപ്പിൾ, പേരയ്ക്ക മുതലായവയാണ്. അപ്പോൾ ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണ് കൊണ്ടുവന്നത്? കശുമാവുണ്ട്, പപ്പായ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പേരയ്ക്ക. ഇതൊക്കെ ആര് കൊണ്ടുവന്നതാണ്? പോർച്ചുഗീസുകാർ കൊണ്ടു തന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. ഇത് സ്ഥാപിച്ചത് ആരാ? പോർച്ചുഗീസുകാരാണ് ഈ ഒരു മാനുവൽ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച കോട്ട, ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട എന്ന് പറയും. അത് ഏത് കോട്ടയാണ്? ആദ്യത്തെ യൂറോപ്യൻ കോട്ട എന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഏതാന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്, പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതാണ്. ഏതാണ് ആ കോട്ട? മാനുവൽ കോട്ട. അത് കൊച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു, കൊച്ചി. ഇവയൊക്കെയാണ് പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. ഏതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു, കൊച്ചി. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തെല്ലാം? അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെ ഫലമായി? അവർ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്നാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്തു തന്ന സഹായം എന്ന് പറയുന്നത് എന്താണ്? അവരിവിടെ വന്നിട്ട് ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ ഒരു കോട്ട സ്ഥാപിച്ചു. ആ കോട്ടയുടെ പേരാണ് മാനുവൽ കോട്ട. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പോൾ അവർ വന്നിട്ട് എന്ത് ചെയ്തു? കൊച്ചി, ഡാമൻ, ദിയു, അതുപോലെ ഗോവ ഇവയൊക്കെ അവരെ അധീനതയിൽ കൊണ്ടുവന്നു. അടുത്ത എന്താണ്? അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലേ. പോർച്ചുഗീസുകാർ നമുക്ക് ചെയ്തു തന്ന നല്ലൊരു ഫലമാണ് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്. ഇനി അടുത്ത പോയിന്റ് എന്താ? ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് ആരാ? അതും പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ ആര് പ്രചരിപ്പിച്ചു? നമ്മുടെ ഈ പറഞ്ഞ പോർച്ചുഗീസുകാർ. അതുപോലെ അടുത്ത പോയിന്റ് എന്താ? യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ചെയ്തതാണ് യൂറോപ്യൻ മാതൃകയിലുള്ള കെട്ടിട നിർമ്മാണം നമ്മുടെ ഇവിടെയൊക്കെ ആരംഭിച്ചു. അടുത്ത പോയിന്റ് എന്താ? യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. അപ്പോൾ യൂറോപ്യൻ പടക്കോപ്പുകൾ, യുദ്ധമുറകൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെയുള്ളവരെ ഇതൊക്കെ അഭ്യസിപ്പിച്ചു. അതും അവരുടെ നല്ലൊരു ഫലമാണ് എന്ന് പറയാം. അതുപോലെ അടുത്തെന്താണ്? ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചതും ആരാ? നമ്മുടെ ഈ പറഞ്ഞ പോർച്ചുഗീസുകാരാണ്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ഹോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന അല്ലെങ്കിൽ നെതർലാൻഡിൽ നിന്നുള്ള യൂറോപ്യർ ആര്? ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ഹോളണ്ടിൽ നിന്നുള്ള യൂറോപ്യർ അല്ലെങ്കിൽ നെതർലാൻഡിൽ നിന്നുള്ള യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ.
അടുത്ത ക്വസ്റ്റ്യൻ, ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവ. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. അപ്പോൾ 1741 എന്ത് നടക്കുന്നത്? 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? കുളച്ചൽ യുദ്ധം നടന്നത്? നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് എന്ത് നടന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741. ഡച്ചുകാരും പിന്നെ ആരാണ്? മാർത്താണ്ഡവർമ്മയും. തിരുവനന്തപുരത്തെ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. അവർ രണ്ടുപേരും തമ്മിലാണ് എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധം ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണ്? അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധം എന്ത് ചെയ്തു? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് തോറ്റു. അതാണ് ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ഏത്? അപ്പോൾ നമ്മുടെ കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങൾ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലാണ് കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഹെൻറി വാൻ റീഡ് ആണ്. അപ്പോൾ ഹെൻറി വാൻ റീഡ് എന്ന് പറയുന്ന ആ ഒരു ഡച്ച് ഗവർണറാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ച മലയാളി വൈദ്യൻ ആര്? അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസ് 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു വൈദ്യൻ്റെ സഹായം ആവശ്യമാണ് അല്ലേ? അങ്ങനെ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ. അപ്പോൾ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന മലയാളി വൈദ്യനാണ് എന്ത് ചെയ്തത്? ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ പങ്കാളികളായ മറ്റുള്ളവർ ആരെല്ലാം? അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ പങ്കാളികളായ മറ്റുള്ളവർ ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഇവർ 3 പേരുമാണ് നമ്മുടെ ഇട്ടി അച്യുതനെ കൂടാതെ എന്തിന് സഹായിച്ചത്? ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് സഹായിച്ചത്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഏതാണ്? ഏതാണ്? നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത്? ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ ഡോക്ടർ KS മണിലാലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസിനെ ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യൻ ആരായിരുന്നു? അപ്പം നമ്മൾ ഇട്ടി അച്യുതനാണ് ഈ പറഞ്ഞ പുള്ളി. ആരാ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹമാണ് ആര്? നമ്മുടെ ഇട്ടി അച്യുതൻ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്?
ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമാണെങ്കിൽ ആ യുദ്ധം അറിയപ്പെട്ടിരുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? ഇപ്പോൾ ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, മാഹി, അതുപോലെ നമ്മുടെ കാരക്കൽ. അപ്പോൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, മാഹി, കാരക്കൽ. ഇത്രയുമാണ് ആരുടെ അധീനതയിലുണ്ടായിരുന്നത്? നമ്മുടെ ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. പ്രധാനമായും എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? അപ്പോൾ പ്രധാനമായിട്ടും എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? നമ്മുടെ കർണാട്ടിക് യുദ്ധങ്ങൾ ചോദിച്ചാൽ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കർണാട്ടിക് മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? കർണാട്ടിക് മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തമിഴ്നാട് ഉൾപ്പെടുന്ന ഭൂരിപക്ഷ പ്രദേശങ്ങളും. അപ്പോൾ ഇന്നത്തെ തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഈ കർണാടകയിൽ ഉൾപ്പെട്ടതായിരുന്നു. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഏത്? കർണാട്ടിക് മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ കർണാട്ടിക് മേഖല ചോദിച്ചാൽ ഇന്നത്തെ തമിഴ്നാട് ഉൾപ്പെടുന്ന ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ കർണാട്ടിക് മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന്. അപ്പം നമ്മുടെ ഏഷ്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷുകാർ രംഗത്തോട്ട് വന്ന് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അപ്പോൾ ഇംഗ്ലീഷുകാർ നമ്മുടെ ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിനാണ് എന്ത് ചെയ്തത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഗുജറാത്തിലെ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടിയെടുത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഗുജറാത്തിലെ സൂററ്റിൽ 1600 ഫാക്ടറി സ്ഥാപിക്കുന്നതിന് എന്ത് ചെയ്തു? മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൽ നിന്ന് അനുമതി നേടിയെടുത്തു. അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആയി. ആരാണ്? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം നേടിക്കൊണ്ട് ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഏതെല്ലാം? അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം നേടിക്കൊണ്ട് ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. എന്ത് ചെയ്തു? ആദ്യം ആ സ്ഥലങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു, പിന്നെ അവിടുത്തെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ഏതൊക്കെ സ്ഥലങ്ങളാണത്? മദ്രാസ്, ബോംബെ, കൊൽക്കത്ത എന്നിവിടങ്ങളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച യുദ്ധമേത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച യുദ്ധമാണ് 1757 പ്ലാസി യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ച യുദ്ധം ഏത് എന്ന് ചോദിക്കാം. 1757 പ്ലാസി യുദ്ധത്തിലാണ്. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യ തലവനായ റോബർട്ട് ക്ലൈവും തമ്മിലാണ് എന്ത് നടന്നത്? പ്ലാസി യുദ്ധം നടന്നത്. അപ്പോൾ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗള, പിന്നെ ആരാ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലവനായിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിലാണ് എന്ത് നടന്നത്? ഈ പറഞ്ഞ പ്ലാസി യുദ്ധം 1757 നടക്കുന്നത്. ബംഗാളിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത യുദ്ധം ഏത് യുദ്ധത്തിലാണ് ബംഗാളിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്? 1757 പ്ലാസി യുദ്ധത്തിലാണ്. ബക്സാർ യുദ്ധം നടന്ന വർഷം? ബക്സാർ യുദ്ധം നടന്നതെന്നാണ്? 1764 ബക്സാർ യുദ്ധം നടക്കുന്നത്. 1764 ബക്സാർ യുദ്ധം നടക്കുന്നത്. ബക്സാർ യുദ്ധത്തോടെ ഏതെല്ലാം പ്രവിശ്യകളിൽ നികുതി പിരിക്കാനുള്ള അവകാശമാണ് കമ്പനി സ്വന്തമാക്കിയത്? അപ്പോൾ ബക്സാർ യുദ്ധത്തിലൂടെ എന്ത് ചെയ്തു? ബക്സാർ യുദ്ധത്തോടെ ഏതെല്ലാം പ്രവിശ്യകളിൽ നികുതി പിരിക്കാനുള്ള അവകാശമാണ് കമ്പനി സ്വന്തമാക്കിയത്? ഏതെല്ലാം പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനാണ് അവർ ആ ഒരു അധികാരം കമ്പനി സ്വന്തമാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള അധികാരമാണ് ആര് സ്വന്തമാക്കിയത്? നമ്മുടെ
ഈ ബക്സാർ യുദ്ധത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരിക. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ചെയ്യുമെന്നറിയാം, എങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞ് ഒന്ന് തഴക്കവും പഴക്കവും ഒക്കെ വന്നതാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ആരെയൊക്കെയാണ്? അപ്പോൾ ബക്സാർ യുദ്ധത്തിൽ ആരെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ആര് പരാജയപ്പെടുത്തിയത്? ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. അപ്പം ആരെയൊക്കെയാ? മുഗൾ ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമൻ, ഔദിലെ ഭരണാധികാരിയായിരുന്ന ആരാണ്? ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന ആര്? മിർ ഖാസിം എന്നിവരെ ആര് പരാജയപ്പെടുത്തി? നമ്മുടെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി 1764 ബക്സാർ യുദ്ധത്തിലൂടെ. 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ ദീർഘനാളത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക രാജാവ് ആര്? അപ്പോൾ 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി ആർക്ക് നൽകണമെന്ന്? ബ്രിട്ടീഷുകാർക്ക് നൽകണമെന്ന് ദീർഘനാളത്തേക്ക് ഒരു ഉപാധി വെച്ചു. ആരാ? ഈ മദ്രാസ് തുറമുഖം ദീർഘനാളത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് അതിലൂടെ ചുങ്കം നൽകണമെന്നൊരു എന്ത് വെച്ചു? ഉപാധി വെച്ചു. അങ്ങനെ ഉപാധി വെച്ച രാജാവ്, പ്രാദേശിക രാജാവ് ആരാണ്? ദമർല വെങ്കടാന്തിരി നായകയാണ്. ദമർല വെങ്കടാന്തിരി നായക എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയാണ് ഈ ഒരു ഉപാധിയോടെ ചുങ്കവരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞത്. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് എന്ത് ചെയ്തു? ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശം. അപ്പോൾ നമ്മുടെ പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശം ഏതാണ്? അതാണ് ബോംബെ. എന്നാ കിട്ടിയത്? 1662 ബോംബെ കിട്ടിയിരിക്കുന്നത്. 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ട ഏത്? അപ്പോൾ 1698 ആയപ്പം ഏതൊക്കെ സ്ഥലങ്ങളാണ്? സുതനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ആരാണ്? ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിതു. ആ കോട്ടയുടെ പേരാണ് വില്യം കോട്ട. അപ്പോൾ ഈ വില്യം കോട്ട പിന്നീട് ഒരു പട്ടണമായിട്ട് മാറി. ആ പട്ടണമാണ് പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഏതാണ്? കൽക്കട്ട എന്ന് പറയുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. അപ്പോൾ എന്താണ്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? ആരാ ഇങ്ങനെ പറഞ്ഞത്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ഈ ഒരു 55 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ട് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അങ്ങ് വലുതായിപ്പോവും, അല്ലെങ്കിൽ ക്ലാസ് അങ്ങ് വലുതായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 55 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി നിർത്തിയത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമോ, അല്ലെങ്കിൽ ഈ
ഒരു ക്ലാസ് വേണ്ടയോ, ഇത് ഇവിടെ വെച്ച് നിർത്തണമോ, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ആ ഓളിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പിന്നീട് നമ്മുടെ നോട്ടിഫിക്കേഷനിലൂടെ വരുന്ന എല്ലാ ക്ലാസ്സുകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ PSC പ്രിസം എന്ന ചാനൽ ഇതിനു മുമ്പ് എല്ലാ ക്ലാസ്സുകളുടെയും SCERT സോഷ്യൽ സയൻസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ടുകൾ പേരും അടിച്ചു കൊടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ചാപ്റ്ററും നമ്പരും ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട്, നിങ്ങളുടെ കമൻറ്റുകൾ വന്നിട്ടായിരിക്കും അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.